ജനിച്ച് 15 വർഷങ്ങളായപ്പോഴേക്കും ഒരാളുടെ ജീവനെടുക്കാൻ പാകത്തിന് ആയുധമെടുക്കാൻ ഇന്നത്തെ തലമുറ വളർന്നു വരുന്നത് കിടന്നുറങ്ങാൻ പോലും പേടിയുണ്ടാക്കുകയാണ്. നാളെ ആര് എന്ന ചോദ്യം ഉരുവിട്ടുകൊണ്ടാണ് ഓരോ ദിവസവും കടന്നു പോകുന്നത്. പണി എന്ന് പറഞ്ഞൊരു ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് ഉണ്ടാക്കി നഞ്ചക്ക് പോലെയുള്ള കട്ടിയുള്ള ആയുധം ഉപയോഗിച്ച് തലയോട്ടി പിളർന്ന് ആ കുഞ്ഞിനെ കൊന്നതിന് ശേഷം അവന്മാര് പറഞ്ഞൊരു ഡയലോഗ് ഉണ്ട്, കൂട്ടത്തിലല്ലേ പോലീസ് കേസൊന്നും എടുക്കാൻ പോകുന്നില്ലെന്ന്. അവർക്ക് ഈ ധൈര്യം കൊടുത്തതും ഇതേ സർക്കാരും പോലീസുമാകുമ്പോൾ ഷഹബാസ് കൊലപാതകത്തിൽ അവരും പ്രതികളാണ്. ഈ വിഷയത്തെക്കുറിച്ചുള്ള PV അൻവറിന്റെ ഒരു വെളിപ്പെടുത്തലാണ് ഇപ്പോൾ ശ്രദ്ധേയമാകുന്നത്. കൊലപാതകങ്ങൾക്ക് രാഷ്ട്രീയ ബന്ധമുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് CPM-നെ തന്നെ ലക്ഷ്യം വെക്കുകയാണ്. അൻവറിന്റെ വെളിപ്പെടുത്തൽ വീഡിയോ ദൃശ്യങ്ങൾ കാണാം. കാരണം ഞാൻ പച്ചയായി ഇപ്പൊ പറയുന്നില്ല. ഇപ്പം ഈ ഒരു വിഷയത്തിൽ ഇവിടുത്തെ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ഒരു ഇടപെടലുണ്ട്. ഈ മാഫിയ സംഘങ്ങളെ സഹായിക്കുന്ന ഒരു രാഷ്ട്രീയം കേരളത്തിൽ നിലനിൽക്കുന്നുണ്ട്. അവരുമായി ബന്ധപ്പെട്ട ആളുകളെ അറസ്റ്റ് ചെയ്യാനോ കേസിൽ കൊടുക്കാനോ പോലീസ് ചില ഘട്ടങ്ങളിൽ മടിക്കുന്നുണ്ട്. കൃത്യമായ വിവരങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ആ ഒരു അവസ്ഥാവിശേഷം ഭരണകക്ഷിയുമായി ബന്ധപ്പെട്ട ഞാൻ ഈ പറഞ്ഞ ഉദ്യോഗസ്ഥർക്കപ്പുറം ഒരു രാഷ്ട്രീയ മാഫിയ സംഘം കൂടി ഈ കച്ചവടത്തിൻ്റെ ഭാഗവാക്കാണ്. തീർച്ചയായിട്ടും അത് ഒന്നുകൂടെ അതിൻ്റെ വ്യക്തമായ തെളിവുകൾ നമ്മൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. വ്യാപകമായിട്ട് ഈ വിഷയത്തിൽ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ചില ആളുകൾ ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നുണ്ട്. ഇതും പോലീസിലൊരു വിഭാഗം കൂടി ഒരുമിച്ചുന്നതിന് ജനങ്ങൾ എന്ത് ചെയ്യുക? ജനങ്ങളോട് കൈകാര്യം ചെയ്യാൻ മുഖ്യമന്ത്രി പറഞ്ഞാൽ ജനങ്ങൾ എന്ത് ചെയ്യണമെന്നും കൂടി പറയണം. ജനങ്ങൾ എൻഫോഴ്സ്മെൻ്റ് ഉണ്ടാക്കണോ? ജനങ്ങൾക്ക് ഇത്തരം ആളുകളെ കൈകാര്യം ചെയ്യാനും അറസ്റ്റ് ചെയ്യാനുമുള്ള അധികാരം മുഖ്യമന്ത്രി നൽകുമോ? നമുക്ക് നോക്കാം, നമ്മൾ ഏറ്റെടുക്കും. മുഖ്യമന്ത്രി നൽകട്ടെ. അല്ല, ഈ ആക്ഷൻ പ്ലാൻ എന്ന് പറയാൻ തുടങ്ങി. കേരളത്തിലെ നിയമസഭയിൽ 10 വട്ടം പറഞ്ഞ ആളാണ് ഞാൻ 7.5 വർഷം ഞാൻ നിയമസഭയിലുണ്ടായിരുന്നു. 10-15 സമ്മേളനങ്ങളിൽ പങ്കെടുത്ത. അതിലൊക്കെ ഈ വിഷയവുമായി ഇവിടെ നിയമത്തിൽ മാറ്റങ്ങൾ വരുത്തണം. നിങ്ങൾ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ നിയമത്തിൻ്റെ ലൂപ്പ് ഹോൾ ഇവിടെ ഉപയോഗിക്കപ്പെടുന്നുണ്ട്. ഞാൻ കേരളത്തിൻ്റെ നിയമസഭയിൽ ഒരു പ്രാവശ്യം പറഞ്ഞതാണ്, പോക്സോ നിയമത്തിൻ്റെ പരിധിയിൽ ഇത് ഈ പറയുന്ന മയക്കുമരുന്ന് 18 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് സപ്ലൈ ചെയ്യുമ്പോൾ പോക്സോ നിയമത്തിൽ എങ്ങനെ അത് കൊണ്ടുവരാൻ പറ്റും, അമെൻമെൻ്റ് ഇല്ലാതെ കൊണ്ടുവരാൻ കഴിയുമോ എന്ന് സർക്കാർ ആലോചിക്കണമെന്ന് പറഞ്ഞ. പോക്സോ നിയമം എന്ന് പറയുന്നത് കുട്ടികളുമായി ബന്ധപ്പെട്ട 18 വയസ്സ് തികയാത്ത പൂർത്തിയാകാത്ത കുട്ടികളുമായി ബന്ധപ്പെട്ട അവർക്കുണ്ടാകുന്ന ശാരീരിക മാനസിക പീഡനങ്ങളിൽ ആരിടപെട്ടാലും ഈ പോക്സോ നിയമത്തിൻ്റെ പരിധിയിൽ വരുന്നുണ്ട്. സ്വാഭാവികമായിട്ടും സ്കൂൾ പിള്ളേർക്കും ഈ പറയുന്ന കോളേജ് പിള്ളേർക്കും ഇത് കൈകാര്യം ചെയ്യുകയും വിൽക്കുകയും ഇത് ഉപയോഗിക്കാൻ അവരെ പഠിപ്പിക്കുകയും പ്രേരിപ്പിക്കുകയും ചെയ്യുന്നത് സ്വാഭാവികമായിട്ടും പോക്സോ കൂടി ഇതിൽ ഉൾപ്പെടുത്താം. സർക്കാർ വിചാരിച്ചാൽ, സംസ്ഥാന ഗവൺമെൻറ് ഒന്ന് വിചാരിച്ചാൽ ഒരു ഡയറക്ഷൻ DGPയുടെ ഓഫീസിൽ നിന്ന് പോലീസ് ഉദ്യോഗസ്ഥർക്ക് അങ്ങനെ ഒരു ഡയറക്ഷൻ പോയാൽ പോലും ഇതിൽ ഉൾപ്പെടുത്താൻ സാധിക്കും. ബാക്കി കോടതി തീരുമാനിക്കട്ടെ. അങ്ങനെ ഉൾപ്പെടുത്തപ്പെടുകയാണെങ്കിൽ ഈ പറയുന്ന ഒട്ടനവധി ആളുകൾ 2ാമത്തെ ദിവസം ജാമ്യം കിട്ടി ഇറങ്ങുന്നവരടുത്ത് ഈ പറയുന്ന അവസ്ഥക്ക് വലിയ മാറ്റമുണ്ടാകുമെന്ന്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ജുവനൈൽ ജസ്റ്റിസ് നിയമങ്ങൾ. ജുവനൈൽ ജസ്റ്റിസ് നിയമങ്ങളിൽ ഈ പറയുന്ന ഡ്രഗ്സ് വരുന്നില്ല. അതിനെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് അതിൽ അമെൻമെൻറ്റ് കൊണ്ടുവരാൻ ഒരു ഓർഡിനൻസ് വഴി സർക്കാരിന് സാധിക്കും. നിയമം ലൂസാണ്. മൂന്നാമത്തത്, ഇത്രയും ദുരന്തങ്ങൾ, 63 മരണം ഈ 2 മാസം കൊണ്ട്. കൊല്ലത്തെ കണക്കെടുക്കുകയാണെങ്കിൽ ആയിരങ്ങളുണ്ടാകും. ഇവിടെ ദുരന്ത നിവാരണ അതോറിറ്റി ഉണ്ട് സംസ്ഥാന ഒരു ഗവൺമെൻറ്റിന്. അതിൽ നിയമം ഉണ്ടാക്കാനുള്ള അധികാരം സംസ്ഥാന ഗവൺമെൻറ്റിനുണ്ട്. ആ ദുരന്ത നിവാരണത്തിൻ്റെ ഭാഗമായി ഇതൊരു ദുരന്തമായി കണക്കാക്കി സ്ട്രിക്റ്റായിട്ടുള്ള പുതിയ നിയമങ്ങൾ എന്തുകൊണ്ട് കൊണ്ടുവരാൻ ആലോചിക്കുന്നില്ല? ഉള്ള നിയമങ്ങൾ എന്തുകൊണ്ട് ഉപയോഗിക്കുന്നില്ല? ഇത് സർക്കാരിൻ്റെ ഉത്തരവാദിത്തമല്ല, സമൂഹത്തിൻ്റെ ഉത്തരവാദിത്തമാണെന്ന് കേരളത്തിൻ്റെ നിയമസഭയിൽ പറഞ്ഞൊഴിയുന്ന ഒരു മുഖ്യമന്ത്രിയും ആഭ്യന്തര വകുപ്പും ഉള്ളപ്പോൾ എങ്ങനെ